അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. KCD എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട്, അതായത് നമ്മളിപ്പോ പുതിയ ആൾക്കാരൊക്കെ ചോദിക്കും കേരള സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷനെ കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ സിമെന്റ് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത്. സാധാരണ ഒരു ഡീലറാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരെ നമുക്ക് കിട്ടാനുള്ള ഒരു അവകാശം ഉണ്ടായില്ല. അത് ഏകദേശം 6 7 ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരല്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ KCDയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ റീറ്റെയിൽ വ്യാപാരികൾ മുമ്പ് ചെറിയ ലാഭത്തിൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾ 50 പൈസയും 75 പൈസയും 30 പൈസയെല്ലാം മുമ്പ് ഉണ്ടായിരുന്നു. അത് മാറി ഇന്ന് ഒരു റീറ്റെയിൽ ബെനിഫിറ്റ് കമ്പനി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്നും ചിലതൊക്കെ അവരവരെ മാർജിൻ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ടാവും. അതൊരു വേറെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇന്നകത്തല്ല, ഈ ഒരു ലെവലിലേക്ക് മുഴുവനും കൊണ്ടുവന്നത് നമ്മുടെ ഈ KCDA പ്രസ്ഥാനമാണ്. നമ്മുടെ ഈ മുൻകാലങ്ങളിൽ ആ സമയത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ കാസർഗോഡ് ജില്ലയ്ക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഗോഡൌൺ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുന്നത്. അതോടൊപ്പം തന്നെ റീറ്റെയിൽ വ്യാപാരികൾക്കും. എന്നാലും ചുരുക്കം നമുക്ക് പറയാതെ ഇരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ 15 ദിവസത്തോളം നമ്മൾ സമരം ചെയ്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈ സമരം ചെയ്തതൊക്കെ നമ്മുടെ ഈ റീറ്റെയിൽ വ്യാപാരികൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സമരം ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ കാസർഗോഡ് ജില്ല നിൽക്കുന്നത് തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ കർണാടകയോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സമരം വരുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം എന്നാലും ഈ സംഘടനയോടുള്ള ഈ സ്നേഹം കൊണ്ട്, ഇതിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരാളും ഈ 15 ദിവസം സിമെന്റ് എടുക്കാതെ ഈ സമരത്തിൽ നിന്നു. അതുപോലെ കർണാടകത്തിൽ നിന്ന് വരുന്നത്, അവിടെ കാരാവളി സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവർക്ക് നമ്മളൊരു ലെറ്റർ കൊടുത്തു, ഞങ്ങൾക്ക് ഇങ്ങനെ സമരത്തിലാണ്, നിങ്ങൾ സഹകരിക്കണം. അവരും അവരുടെ മെമ്പർമാരോട് പറഞ്ഞു, കേരളത്തിൽ നമ്മുടെ സഹോദരങ്ങൾ സമരത്തിലാണുള്ളത്, നിങ്ങൾ സമരം സിമെന്റ് അങ്ങോട്ടേക്ക് അയക്കണ്ട. അങ്ങനെ അവരും സിമെന്റ് അയക്കാതെ ഇവിടെ അന്ന് ശ്രദ്ധിച്ചു. അതിന്റെ ഫലമായി നമ്മൾ 15 ദിവസം കൃത്യമായി നമ്മൾ ആരും സിമെന്റ് വെക്കാതെ നിന്നു. പക്ഷെ എന്നാലും അവര് നാട്ടുകാർക്ക് മുഴുവൻ ക്രെഡിറ്റ് കൊടുത്ത് ക്രെഡിറ്റ് വാങ്ങിച്ചു. ഒരു ഹോൾസെയിൽ ഡീലറോട് ക്രെഡിറ്റ് വാങ്ങിച്ചു. മൊത്തം നാട്ടുകാർക്ക് ക്രെഡിറ്റ് കൊടുത്തു. ഒരു 2 വർഷം കൊണ്ട് ഒരു കംപ്ലീറ്റ് തണുപൂട്ടി. ആകെ അവന്റെ മനസ്സിന്റെ താളം തെറ്റി. അതുകൊണ്ട് അവന് ചെറുനാട് പുറകിൽ വന്നിട്ട് ചാടി. ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം. എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ഞാൻ പറയാം.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റ് കൊടുത്താലും ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടാതെ ചില പാർട്ടി എന്ന് പറഞ്ഞാൽ ചില കോൺട്രാക്ടേഴ്സ് അതുപോലെ ചില ഒരു ബിൽഡേഴ്സ് അവർ സാധനം കൊണ്ടുപോയാൽ പൈസ തരില്ല. ഇതിന് ഒരു പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഈ ആര് ക്യാഷ് തരുന്നില്ല, ആര് നമ്മളെ കബളിപ്പിക്കുന്നത്, അവരുടെ ഫോട്ടോ അവരുടെ അഡ്രസ് അടക്കം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കണം. അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് അത് നിങ്ങളെല്ലാവരും സമ്മതം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ആക്കണം. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ജോയിന്റ് കമ്മീഷണർ PC ജയരാജ് സർ, അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കേരള സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KJ സെബാസ്റ്റ്യൻ അവർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ജില്ലയുടെ KCAയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുള്ള ഷാഫി, കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ CK ആസിഫ്, അതുപോലെ അനുശോചനം പ്രമേയം അവതരിപ്പിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ K പത്മനാഭൻ. 20 വർഷക്കാലം നടന്ന ജനറൽ ബോഡിയിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെ, എല്ലാ യോഗങ്ങളും വാർഷിക ജനറൽ ബോഡി നേരത്തെ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് മീറ്റിംഗ് അല്ലേ, 5 വർഷമായപ്പോൾ ഇടക്കാലത്തുണ്ടായ കോവിഡും അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങളൊക്കെ ഉണ്ടായ ഒരു ദീർഘകാലം ആണ് ഇടപെടലുണ്ടായത്. ബാക്കി എല്ലാ യോഗത്തിലും ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ സിമെന്റ് വ്യാപാരിയായിരുന്നു. 20 വർഷം മുമ്പ് സിമെന്റ് കമ്പനി വെക്കുന്ന ഒരു വ്യാപാരിയായിരുന്നു. പക്ഷെ ഇന്ന് ആ ബിസിനസ് മേഖലയിൽ നിന്ന് വിട്ട് മറ്റ് പലചരക്ക് കച്ചവടമായിട്ട് മുന്നോട്ട് പോയി. ഈ വ്യാപാര മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അനുദിനം കേന്ദ്ര കേരള സർക്കാരുകളുടെ ഓരോ നയങ്ങൾ മൂലം സിമെന്റ് വ്യാപാരികൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ കൂടി. ഇപ്പൊ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്തു, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. നിരവധി വ്യാപാരികൾ ആത്മഹത്യാ വക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിസിനസ് വളരെ മോശമാണ്. ഓരോ വർഷം കഴിയുമ്പോൾ, ഓരോ ദിവസം കഴിയുമ്പോൾ അല്ലേ ബിസിനസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് കണ്ടെത്താൻ ഇത്തരം യോഗങ്ങളിൽ കഴിയണം. GSTയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ 2017 ജൂലൈ 1-ാം തീയതി മുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ GST നിയമത്തിലുള്ള അപാകതകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങൾ സിമന്റ് മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ സഹായിക്കുന്ന നിയമങ്ങളാണ് രാജ്യത്ത് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചെറുകിട വ്യാപാരികളെ സഹായിക്കാനുള്ള ഒരു നിയമവും കേന്ദ്ര കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. നോട്ട് നിരോധനം മുതൽ 2017 ജൂലൈ 1-ാം തീയതി രാജ്യത്ത് നടപ്പിലാക്കിയ GST നിയമം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള 2018-19 പ്രളയം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, പിന്നീട് ഈ ലോകത്തെ തന്നെ കാണുന്ന മഹാമാരിയായ കോവിഡ്, ഇതൊക്കെ മൂലം വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങളെ കണ്ട് സമ്പന്നന്മാർ അതിസമ്പന്നന്മാരായി മാറിയിട്ടുണ്ട്. 2 ലക്ഷം കോടി ഡോളറുടെ വർധനവാണ് അല്ലേ, ഇന്നത്തെ പത്രത്തിലുണ്ട്. 2 ലക്ഷം കോടി ഡോളറിന്റെ വർധനവാണ് 2024 വന്നിട്ടുള്ളത്. ആർക്ക്? സമ്പന്നന്മാർക്ക്. പക്ഷെ നമ്മളെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 10-20 വർഷങ്ങളായി നമ്മളെ സാധാരണക്കാരൻ ദരിദ്രം കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ആത്മഹത്യ ചെയ്തു. ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് 20,000-ഓളം വ്യാപാരികളാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിലും ഒരുപാട് കോവിഡ് കാലത്ത് മാത്രം 40ഓളം വ്യാപാരികൾ ആത്മഹത്യ ചെയ്തു. വിവിധ കാറ്റഗറിയിൽ ടെക്സ്റ്റൈൽ വ്യാപാരികളും സിമെന്റ് വ്യാപാരികളും പലചരക്ക് വ്യാപാരികളും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറുകിട വ്യാപാരികൾ അനുദിനം തകരുന്നു. കാരണം ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായി കേന്ദ്ര കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനുദിനം തകർന്നുകൊണ്ടേയിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് ചെറുകിട വ്യാപാരികൾക്കുള്ളത്. എല്ലാം ഓൺലൈൻ വഴി, ഇപ്പൊ സിമെന്റ് പോലും ഓൺലൈനിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഓൺലൈനുണ്ട്. സിമെന്റ് വ്യാപാര കമ്പനി മുഴുവൻ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വലിയ വലിയ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് ലോണുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി വ്യാപാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രമാണ്. ഇപ്പൊ വലിയ ഭയാനകരമായ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് സിമന്റ് മേഖല കടന്നു പോകുന്നത്. ഞാൻ ഒരു 10-20 വർഷം മുമ്പിൽ കച്ചവടം ചെയ്യുമ്പോണ്ടായ സ്ഥിതി ആയിരുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കൂട്ടായ്മ അത് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗിക അധ്യക്ഷൻ സൂചിപ്പിച്ചാൽ മതി. നമ്മുടെ കൂട്ടായ്മക്ക് കോട്ടം തട്ടിയോ എന്നുള്ളതാണ് എനിക്ക് സംശയം, അല്ലേ? നമ്മളെ കൂട്ടായ്മ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൂലി വർധനവിനെ കുറിച്ച് ഇവിടെ പ്രമേയത്തിൽ കണ്ടു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു മേഖലയിൽ ഒരു കൂലി ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാൽ മതി, മറ്റന്നാള് തീർത്തില്ലെങ്കിൽ പിറ്റേന്ന് മുതൽ സമരം. അപ്പൊ അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചപ്പോഴേ ആകെ ഒരു 4-5 വ്യാപാരികളാണ് അതിൽ പങ്കെടുത്തത്. കയറ്റിറക്ക് നടത്തുന്ന വ്യാപാരികളുടെ ഒരു യോഗം. അവിടെ ഏകദേശം 25ഓളം വ്യാപാരികൾ പങ്കെടുക്കേണ്ട യോഗത്തിൽ 5 ആള് പങ്കെടുത്തു. ആർക്കും സമയമില്ല. അത് പ്രസിഡന്റ് തീരുമാനിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി തീരുമാനിക്കും, അല്ലേ? നമുക്ക് പോവാനോ ആലോചിക്കാനോ സമയമില്ല. അത് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷറോ കേവലം 4-5 ആളുകൾ, അല്ലേ? സമയം ആർക്കും ഒരു സംശയം, ഒരു സംസാരിക്കാൻ, ഒരു കൂടി ആലോചിക്കാൻ പോലും ഇല്ല. അപ്പൊ എങ്ങനെ നാളെ സമയത്തെ നമ്മളെ കാതലായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഇത്തരം KCAD നടത്തുന്ന പരിപാടിയിൽ പങ്കെടുത്ത് അതിനെ സഹകരിച്ച് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉന്നത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ രീതിയിലേക്ക് പ്രചോദനം നൽകാനുള്ള കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ പങ്കെടുക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, ഇന്നുള്ള കാണുന്ന ഏകദേശം ആളുകളും പല യൂണിറ്റിന്റെ വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ, എക്സിക്യൂട്ടീവ് മെമ്പർ, ജില്ലാ കൗൺസിൽ അംഗങ്ങൾ കൂടിയതാണ്. അപരിചിതരായ ഒരു മുഖം ഇവിടെ ഇല്ല. അപൂർവം ഒരു 4-5 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഏകോപന ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പൊ ഈ സിമന്റ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ അത് ഓരോ മേഖല തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെയുള്ള തൊട്ടടുത്ത കണ്ണൂർ മുതൽ പല ജില്ലകളിലും കാണാറുണ്ടല്ലോ, അടിയും പേടിച്ച് കട അടപ്പിച്ച് മാസങ്ങളോളം കട തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തൊഴിലാളികളുടെ പ്രയാസം മൂലം. അപ്പൊ നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഇനി ഏത് തൊഴിലാളികളായിരുന്നെങ്കിൽ ഏത് ആളാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ഈ സംഘടിത ശക്തി ആവശ്യമാണ്. ഏകോപന എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടതിന് 1980-81 കാലഘട്ടങ്ങളിൽ ചുമട്ടുതൊഴിലാളികളുമായി ഏറ്റവും വലിയ ഒരു സമരത്തിൽ 51 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിൽ, കടയടച്ചുള്ള സമരത്തിൽ കൂടിയാണ് ഏകോപന സമിതി പാർട്ടികളുണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പൊ നമ്മൾ കൂടുതൽ നിങ്ങൾ നേരത്തെ പ്രമേയത്തിന്റെ ചർച്ച ചെയ്ത കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അത് 100 പേര് കിട്ടും, അല്ലേ? അപ്പൊ അതിന് നമ്മൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്ത് അത് എന്ത് തീരുമാനമെടുക്കാൻ കഴിയണം. വേണ്ടേ? ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഈ സിമന്റ് വ്യാപാരികളുടെ കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ ആ രീതിയിൽ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിൽ 2 മുഖ്യ അതിഥികൾ, അതായത് നമ്മുടെ KCAD സംസ്ഥാന ഭാരവാഹികൾക്ക് പുറമെ GSTയുടെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതാണ് ഇന്നത്തെ ഞാൻ ഈ യോഗത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ്. കാരണം നമ്മുടെ ജയരാജൻ സാറും മധു സാറും. കാരണം GSTയുമായി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ജില്ലകളിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. GST ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് ജില്ലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ GST ഉദ്യോഗസ്ഥന്മാരുടെ ജയരാജൻ സാറിനെയും മധുവിനെയും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു സഹകരണം മൂലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ പോകുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഇവരെ അഭിനന്ദിക്കാൻ, ഏതൊരു വിഷയം ഉണ്ടായാലും ജയരാജൻ സാർ കോൾ ചെയ്താൽ അദ്ദേഹം സ്പോട്ടിൽ അതിൽ പരിഹരിക്കാനുള്ള വഴി കാണിച്ചു. അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ അവരെ ചെയ്ത് ഒരു വ്യാപാരിയെ സഹായിക്കാൻ പറ്റും, അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഓരോ മാസം നടക്കുന്ന ഗ്രീവൻസ് മീറ്റിംഗിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് പോസിറ്റീവായിട്ടാണ് സാർ നമുക്ക് അനുകൂലമായ തീരുമാനമാണെന്ന് പറയാറ്. പലതരത്തിലും ഇപ്പൊ ഞാൻ വന്നപ്പോ ഒരു കാര്യമുണ്ട്, 1.5 കോടിയോളം രൂപ ജപ്തി വന്ന ഒരു വ്യാപാരി, സിമന്റ് വ്യാപാരി, 1.5 കോടിയോളം. അദ്ദേഹത്തിന്റെ എല്ലാ ഓപ്ഷനും കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയുടെ അടുത്ത് പോയി, മന്ത്രിക്ക് നിവേദനം കൊടുത്തു. ഇപ്പൊ വീണ്ടും ജയരാജൻ സാറിന്റെ വന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ് വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിന് ആത്മഹത്യ എന്ന് പറയാൻ വഴിയില്ല, ഒന്നുമില്ല, ചെറിയൊരു വീടും എല്ലാം നഷ്ടത്തിലാണ്, മുഴുവൻ കടത്തിലായി.
ഒന്ന് മടക്കാനായിരിക്കും 1 കോടിയിലധികം ജപ്തി എന്നുള്ളത് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ സാറ് വിചാരിച്ചാൽ ഒരു പരിധി വരെ അത് ഒഴിവാക്കാൻ പറ്റും. അത് വേണ്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജയരാജ് സാർ അതിന് വേണ്ടി മാത്രം ദ്രോഹിക്കാൻ പറ്റും എന്നുള്ള ചിന്തയല്ല, മറിച്ച് വ്യാപാരികളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും. കാരണം വ്യാപാരികൾ തളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ടാക്സ് ഇനത്തിൽ ഞങ്ങൾ ഓരോ മാസം നോക്കുമ്പോഴേ ഓരോ മാസം കുറഞ്ഞു വരുന്നുണ്ട് GST ടാക്സ്. കാരണം എന്തുകൊണ്ടാണ് വ്യാപാരം കുറവ് വരുമ്പോൾ അതിന് ടാക്സും കുറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഓരോ മാസം നടക്കുന്ന GST കൗൺസിലിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ, കാരണം ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ സഹായിക്കാൻ, നമ്മളെ സഹായിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ അത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മധുസാറിനെ മാതിരി 1 കോടിയിലധികം ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വലിയ ബന്ധങ്ങൾ അല്ലേ പോകുന്നത്. നമ്മളൊക്കെ മീറ്റിങ്ങിൽ പോയാല് സാധാരണ മുൻകാലങ്ങളിൽ വലിയ ഒരു ഫൈറ്റ് നടക്കാറുണ്ട്. ഇപ്പൊ ഫൈറ്റ് ഇല്ല, ഒരു സൗഹൃദ സംഭാഷണം അല്ലേ. ഞാനും മുഹമ്മദിനെയൊക്കെ GST കൗൺസിലിൽ പോകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും 2 നല്ല ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് വന്നത്. അവര് വളരെ കൃത്യമായ സന്ദേശങ്ങൾ നമുക്ക് നൽകും. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. AKCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അതുപോലെ തന്നെ കർണാടകയിലെ പ്രധാനപ്പെട്ട വ്യാപാരിയും നേതാവും ഒക്കെ ഉണ്ട്. നമുക്ക് ഇവരെയൊക്കെ പ്രസംഗം കേൾക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സിമന്റ് വ്യാപാരികൾ വളരെ ഒറ്റക്കെട്ടായി ഒരു കൂട്ടമായി നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമുക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്നിവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ കമ്മിറ്റി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യം, അതായത് 2024 ജനുവരി 29-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ തുടങ്ങിയ വ്യാപാര സംരക്ഷണ ജാഥ അത് ഫെബ്രുവരി മാസം 13-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ചു. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ആ സമരത്തിന് സപ്പോർട്ട് ചെയ്ത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ ആ സമരത്തിന് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായ തീരുമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും GSTയുമായി ബന്ധപ്പെട്ട കാര്യം ഫുഡ് സേഫ്റ്റിയുമായി കാണാത്തത് കൊണ്ട് നമ്മൾ പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ഈ വരുന്ന ഫെബ്രുവരി 4-ാം തീയതിയായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ഫെബ്രുവരി 5-ാം തീയതി ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അത് ഫെബ്രുവരി 18-ാം തീയതിയിലേക്ക് മാറ്റി. അപ്പോൾ 18-ാം തീയതി 10,000-കണക്കിന് വ്യാപാരികൾ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന പാർലമെന്റ് മാർച്ചാണ് നടക്കാൻ പോകുന്നത്. പ്രധാന ഉദ്ദേശ ലക്ഷ്യം GSTയിലെ അപാകതകൾ പരിഹരിക്കുക, അതുപോലെ ഫുഡ് സേഫ്റ്റി നിയമത്തിലെ അപാകതകൾ, ഓൺലൈൻ വ്യാപാരം, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ആ സമരം പ്രഖ്യാപിച്ചത്. അതിലൊക്കെ നിങ്ങൾ പലരും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമരം വിജയിക്കാൻ കാരണം ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശക്തമായ ഇടപെടലുകൾ ഏകോപന സമിതി ജില്ലാ, സംസ്ഥാന, അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഈ സന്തോഷകരമായ ഈ ചടങ്ങ് കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 2 മണി വരെ, ഇപ്പൊ 2 മണിയായി, ഇതുവരെ നിങ്ങൾ എല്ലാവരും എല്ലാ സൈറ്റ് ക്ഷമിച്ച് എല്ലാ പ്രസംഗം എല്ലാം നിരവധി വർഷം സിമന്റ് ഡീലേഴ്സിന്റെ അഭിവൃദ്ധി പ്രവർത്തിച്ച ഏകനായ മുഹമ്മദ് അലി, അതുപോലെ ആസിഫ് ഹസൻ, മുബീൻ ഹസൻ, അടുത്തതായി GST ക്ലാസ് ജില്ലാ സമ്മേളനമായ പറയാം. നേരത്തെ ഇവിടെ ഇതിലെല്ലാം ആധികാരികമായി തീരുമാനമെടുക്കുന്നത് ശ്രീ സച്ചിദാനന്ദ നായിക്കിനെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് കൃത്യമായി നന്ദി. HBC അവർ നിങ്ങളോട് സംസാരിക്കുന്നു. സാഹചര്യം അത് അനുവദിക്കാൻ പാടില്ല. കൂടാതെ
ശ്രീ കെ അഹമ്മദ് സദീഖ് അവരുകളെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമുക്കിവിടെ തികച്ചും കാസർഗോഡ് ജില്ലയിലെല്ലാം മുഴുവൻ വ്യാപാരികളും ഈ ഗ്രാമങ്ങളിലേക്ക് അത്യാവശ്യം അവരുടെ മരത്തിന്റെ ആവശ്യം തന്നെയാണ് നമുക്ക് അത് ചെയ്തു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്ത് ഈ സംഘടന ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ടെസ്റ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി ഒരു ശതമാനം ടെസ്റ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള അതുകൊണ്ടാണ്. കാരണം 1% എന്ന് പറയുമ്പോൾ ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.